ഇതിലെല്ലാം ഉണ്ട് വികാസ്. വികാസ് വികാസ് ഗുരുവായൂരപ്പ. താങ്ക് യു. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസാണ്. ഞാൻ ഇന്ന് എൻ്റെ ഒരു ഡ്രീം കം മൊമെൻറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. അതെ, എൻ്റെ ഏറ്റവും ഫേവററ്റ് ഫാമിലി, അത് ഞാൻ എപ്പോഴും പറയാം, അത് ജയറാമേട്ടൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ആ ഫാമിലിയുടെ ഏറ്റവും വലിയൊരു ദിവസത്തിൻ്റെ അവസാനത്തെ എൻ്റെ വോക്കാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പം ചക്കി, നമ്മുടെയൊക്കെ സ്വന്തം മാളവികയുടെ വെഡ്ഡിങ് മേക്ക് ഓവർ ഞാനായിരുന്നു ചെയ്തത്. അത് നിങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് മാളവികയുടെ ഫൈനൽ ലുക്കാണ് എൻ്റെ മേക്ക് ഓവറിൻ്റെ. ആ ഒരു മേക്ക് ഓവറിനായിട്ടാണ് ഞാൻ ഇന്നിവിടെ പാലക്കാട് എത്തിയത്. അപ്പോൾ ചക്കിയും ഇന്ന് എനിക്ക് പാർവതി ചേച്ചിയും ഉണ്ട്. ആ ഒരു സന്തോഷം. അപ്പോൾ നമുക്ക് ഈ രണ്ടുപേരുടെ മേക്ക് ഓവർ കാണാം. സ്റ്റേ ട്യൂൺ. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ച ഒരു കല്യാണമാണ്. അത്രയും വലിയൊരു സെലിബ്രിറ്റി, ഒരു വീട്ടിലുള്ള എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണം, വീട്ടിലൊരു തത്തയുള്ളത് വരെ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പം അശ്വതി, ആ വീട്ടു പേര്, എനിക്ക് പ്രോപ്പർലി ഒരു നമ്മുടെയൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു അതേ കെയറിൽ ഒരു ഹൗസ് വൈഫ്, ഒരു അമ്മ, ഒരു എന്താ പറയാ, എല്ലാം ജയറാമേട്ടനായിരുന്നാലും മോളായിരുന്നാലും ഇവൻ കാളിദാസ് ആയിരുന്നാലും ഞങ്ങൾക്ക് തന്ന ഒരു സപ്പോർട്ട് ആൻഡ് റെസ്പെക്ട്, അത് ഇത്രയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ വികാസിൻ്റെ കൂടെയുള്ള അത്രയും കംഫർട്ട് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. മേക്കപ്പ് ഒക്കെ നന്നായിരിക്കും, പക്ഷെ ഒരു കംഫർട്ട് സോൺ ഇല്ലേ, നമുക്കൊരു കംഫർട്ട് ലെവലില്ലേ, അത് വികാസിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. മൂന്ന് ലുക്കും മൂന്നും ലൈക്ക് സംതിങ് ടു റിമെമ്പർ. ഒന്നും മറന്നുപോയില്ല. നമ്മൾ സാധാരണ മേക്കപ്പ് ഒക്കെ ഇട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ അന്ന് എന്തായാലും നമ്മൾ ചെയ്താൽ ഇങ്ങനെ ആലോചിക്കും, അത് അങ്ങനെ ഒരിക്കലും വരില്ല. മൂന്ന് ലുക്കും ഔട്ട്സ്റ്റാൻഡിങ് മെമ്മറബിൾ മൂന്ന് ലുക്കായിരുന്നു. അത് നമുക്ക് മാത്രമല്ല, അത് കണ്ട എല്ലാവർക്കും അതൊരു മെമ്മറബിൾ ആയിട്ട് മനസ്സിൽ നിൽക്കുന്ന പോലത്തെ ലുക്ക്. ഈവൻ മോസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത സെറ്റ് മുണ്ടിന്റെ കൂടെ ഉള്ള എല്ലാവർക്കും ഇഷ്ടമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് ഞാൻ ത്രൂ ഔട്ട് ദ പ്രോസസ് അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഞാൻ കംഫർട്ടബിൾ ആണോ, എനിക്കിത് ക്യാരി ചെയ്യാൻ പറ്റുമോ, ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണോ, പാരൻസിന് ഇഷ്ടമായത് മാത്രമേ എനിക്ക് ഇഷ്ടമായത് നോക്കാറുള്ളൂ. അപ്പൊ അതെല്ലാം അത് മാത്രം. അത് പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം, എല്ലാവരും അഡ്മയർ ചെയ്യുന്നു. പിന്നെ ഒത്തിരി നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ചെയ്യുന്നതല്ല. ആക്ച്വലി മരുസാരി ഉടുക്കുന്ന രീതിയിൽ അത് ലൂസായിട്ടാ, പക്ഷെ ഒരു വെഡിങ്ങിന് അത് എന്റെ ഒരു കമ്പൽഷൻ ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ചത് ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉണ്ടാവാത്ത ഒരു ചെറിയൊരു ഇന്റിമേറ്റ് സെറിമണി ആയിരിക്കും എന്നാണ് വിചാരിച്ചത് ഗുരുവായൂർ. പക്ഷെ അതിനായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ, പബ്ലിക് എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് എന്തോ ഭയങ്കര വിശേഷപ്പെട്ട ദിവസം കൂടെ ആയിരുന്നു. അപ്പൊ അതിനായിരുന്നു ഏറ്റവും കൂടുതൽ സ്പെക്ടേറ്റേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ലുക്ക് സക്സസ് ആവും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ആ ലുക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഔട്ട് ആയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു ഗ്രാൻഡ് മദറിന് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഞാൻ താത്തയുടെ ഒരു മെമ്മറിക്ക് ഞാൻ ചെയ്തതായിരുന്നു. പ്രോബബ്ലി താങ്ക് യു സോ മച്ച്. നമ്മുടെ ചക്കിയുടെ പുതിയ അമ്മ. എങ്ങനെയുണ്ട് ചക്കിയെ കിട്ടിയപ്പോ? ഒരുപാട് സന്തോഷം. എനിക്ക് എൻ്റെ മകളെ കിട്ടിയ സന്തോഷം. മരുമകളല്ല, എൻ്റെ മകളാണ്. അമേസിങ് ആയിരുന്നു. ചക്കിയുടെ മേക്കപ്പ് ഒക്കെ ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾക്ക്. രാവിലത്തെ ലുക്ക് അമേസിങ് ആയിരുന്നു. എല്ലാ ലുക്കുകളും ഇഷ്ടമായി. എസ്പെഷ്യലി എനിക്ക് രാവിലത്തെ ഭയങ്കര നല്ലതായിരുന്നു. രണ്ടാമത്തെ ലുക്കും വളരെ നല്ല തന്നെയായിരുന്നു. ലുക്കോ
എന്തായിരുന്നു തരുണിക്ക് ഇഷ്ടപ്പെട്ടത്? ഫേവറേറ്റ് ഐ തിങ്ക് ഗുരുവായൂരായിരുന്നു. 100% ഗുരുവായൂർ സൂപ്പറായിരുന്നു. ആക്ച്വലി എല്ലാം സൂപ്പറായിരുന്നു, പക്ഷെ ഏറ്റവും ഫേവറേറ്റ് ഗുരുവായൂരായിരുന്നു. ഈ ജയറാമേനോട് ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര നെർവസ് ആണ്. കാരണം ജയറാമേൻ്റെ മോളുടെ കല്യാണം ഞാൻ ചെയ്തു, അത് 3 ലുക്ക്. ഇപ്പോഴും ഞാനൊരു ലുക്ക് കഴിഞ്ഞിട്ട് ജയറാമേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ പോകണം എങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ടെൻഷനാണ്. അങ്ങനെയില്ല വികാസ്, എനിക്ക് ഇത്രയും വർഷമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നുള്ളതല്ലാതെ എനിക്കിപ്പോൾ മേക്കപ്പിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാറിഞ്ഞൂടാ. ഗുരുവായൂർ വെച്ച് എൻ്റെ മോളിങ്ങനെ റെഡിയായിട്ട് എൻ്റെ അമ്മ ഉടുക്കുന്ന പോലത്തെ മടിസാർ ഉടുത്തിട്ട് ആ മൂക്കുത്തി ഇതൊക്കെ ഇട്ട് വന്നപ്പോൾ, അത് കഴിഞ്ഞ് കല്യാണത്തിന് ചെയ്തത് ആ കേരള സാരിയിൽ ചെയ്തിട്ടില്ലേ, അതിനേക്കാൾ മനോഹരമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പാലക്കാട് റിസപ്ഷൻ ഞാൻ ഫസ്റ്റ് എന്തായിരിക്കും വികാസ് ചെയ്തിട്ടുള്ള എൻ്റെ മോളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സർപ്രൈസായിട്ട് വന്നത്. ഇതിലെല്ലാം ഉണ്ട് വികാസ്. വികാസ് വികാസ് ഗുരുവായൂരപ്പ, താങ്ക് യു. എനിക്ക് ഓസ്കാർ കിട്ടിയാണ്. താങ്ക് യു.